بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي اللهم علمنا ما ينفعنا وانفعنا بما علمتنا وارزقنا علما نافعا. അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ ഈ ഭവനത്തിൽ നമ്മൾ ഒരുമിച്ച് കൂട്ടിയതുപോലെ നാളെ ആഖിറത്തിൽ അള്ളാഹുവിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മളെല്ലാവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, നമ്മൾ ഇന്നു മുതൽ ചർച്ച ചെയ്യുന്ന വിഷയം സൃഷ്ടിപ്പിൻ്റെ ആരംഭം മുതൽ തുടർന്നുള്ള ചരിത്രങ്ങളാണ്. ഖുർആനിൽ നിന്നും സഹീഹായ ഹദീത്തിൽ നിന്നുമാണ് നമ്മൾ ആ ചരിത്രം എടുക്കുന്നത്. നമുക്കറിയാം, അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യത്തവനാണ്. അല്ലാഹുവിൻ്റെ മുമ്പ് വേറൊരാളില്ല. സൂറത്തുൽ ഹദീദിന്റെ 3-ാമത്തെ ആയത്തിൽ അല്ലാഹു അത് പ്രസ്താവിച്ചു. ഹുവൽ അവ്വലു വൽ ആഖിറു വല്ലാഹിറു വൽ ബാത്തിൻ വഹുവ ബികുല്ലി ഷൈഇൻ അലീം. ഹുവൽ അവ്വലു, അല്ലാഹു ആണ് ആദ്യത്തവൻ. വൽ ആഖിറു, അല്ലാഹു ആണ് ഏറ്റവും അവസാനത്തവൻ. വല്ലാഹിറു, എല്ലാത്തിൻ്റെയും മുകളിലാണ് അല്ലാഹു. വൽ ബാത്തിനു, എല്ലാ കാര്യങ്ങളും അറിയുന്നവനാണ്. അല്ലാഹുവിൻ്റെ ഇൽമിൽ നിന്നും ഒന്നും മറന്നു കിടക്കുന്നില്ല. വഹുവ ബികുല്ലി ഷൈഇൻ അലീം, അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ കാര്യങ്ങളും അറിയുന്നവനാണ്. ഇതാണ് ആയത്ത്. അപ്പം അല്ലാഹു ആണ് ആരംഭം. അല്ലാഹുവിൻ്റെ മുമ്പ് വേറൊന്നില്ല. ഒരു ഹദീസ്, കാന അബൂ സാലിഹ് യഅ്മുറുനാ ഇദാ അറാദ അഹദുനാ അൻ യറാ. അബൂ സാലിഹ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ സദസ്യരോട് ഉറങ്ങുന്നതിൻ്റെ മുമ്പ് ഒരു ദുആ ചൊല്ലാൻ പഠിപ്പിക്കുമായിരുന്നു. അൻ യൽതജിഅ അലാ ശിഖ്ഹിൽ അയ്മൻ, ഉറങ്ങാൻ കിടക്കുന്ന സമയം വലതു ഭാഗത്തേക്ക് ചെരിഞ്ഞു കിടന്ന് ഒരു ദുആ പറയണം. സുമ്മ യഖൂൽ അല്ലാഹുമ്മ റബ്ബസ് സമാവാതി വറബ്ബൽ അർളി വറബ്ബൽ അർശിൽ അദീം. ആകാശഭൂമികളുടെ റബ്ബായ അല്ലാഹുവേ, അർശിന്റെ ഉടമസ്ഥനായ അല്ലാഹുവേ, റബ്ബനാ വറബ്ബ കുല്ലി ഷൈഇൻ, നമ്മുടെയും എല്ലാ വസ്തുക്കളുടെയും റബ്ബായ അല്ലാഹുവേ, ഫാലിഖൽ ഹബ്ബി വന്നവ, വിത്തുകളെ ധാന്യങ്ങളെ മുളപ്പിച്ച് അതിൽ നിന്നും ചെടികളെ സസ്യങ്ങളെ മുളപ്പിക്കുന്ന പുറത്തു കൊണ്ടുവരുന്ന അല്ലാഹുവേ, വമുൻസിലത് തൗറാത്തി വൽ ഇൻജീലി വൽ ഫുർഖാൻ, തൗറാത്തിനെയും ഇൻജീലിനെയും ഖുർആനെയും അവതരിപ്പിച്ചവനായ അല്ലാഹുവേ. ഇതൊക്കെ അല്ലാഹുവിന്റെ വിശേഷണം പറയാം. അല്ലാഹുവിനെ പുകഴ്ത്തി സംസാരിച്ചു. പിന്നെ അല്ലാഹുവിനോട് ചോദിക്കാൻ, അഊദു ബിക മിൻ ശർരി കുല്ലി ഷൈഇൻ, അല്ലാഹുവേ, എല്ലാ വസ്തുക്കളുടെയും ഷർറിൽ നിന്ന് ഞാൻ നിന്നോട് കാവൽ തേടുന്നു. അൻത ആഖിദും ബിനാസിയതിഹി, അതിൻ്റെ ഒക്കെ ഉടമപ്പെടുത്തുന്നത് നീയാണ്. അല്ലാഹു അല്ലാത്ത മറ്റെല്ലാത്തിൻ്റെയും മാലിക് അല്ലാഹുവാണ്. എല്ലാം അല്ലാഹുവിന്റെ സൃഷ്ടികളാണ്. അപ്പൊ എല്ലാ വസ്തുക്കളെയും ഉടമപ്പെടുത്തുന്നത് നീയാണ്. അല്ലാഹുമ്മ അൻതൽ അവ്വൽ, അല്ലാഹുവേ, നീയാണ് ആദ്യത്തവൻ. ഫലൈസ ഖബ്ലക ഷൈഉൻ, നിനക്ക് മുമ്പ് ഒന്നും ഉണ്ടായിട്ടില്ല. വഅൻതൽ ആഖിറു ഫലൈസ ബഅദക ഷൈഉൻ, അല്ലാഹുവേ, നീയാണ് ഏറ്റവും അവസാനത്തവൻ. നിനക്കെന്തില്ല? നാശമില്ല, അവസാനിക്കുന്നില്ല. നിനക്ക് ശേഷമൊന്നില്ല. വഅൻതല്ലാഹിറു ഫലൈസ ഫൗഖക ഷൈഉൻ, അല്ലാഹുവേ, നീയാണ് എല്ലാത്തിനും മുകളിൽ, നിന്റെ മുകളിൽ മറ്റൊരാളില്ല. വഅൻതൽ ബാത്തിനു ഫലൈസ ദൂനക ഷൈഉൻ, അല്ലാഹുവേ, നീയാണ് എല്ലാം അറിയുന്നവൻ, നിന്നെ മറന്നിട്ട് യാതൊരു കാര്യമില്ല. ഒരു കാര്യവും നിന്റെ ഇൽമിൽ നിന്നും അറിവിൽ നിന്നും മറഞ്ഞു നിൽക്കുന്നില്ല. ഇഖ്ളി അന്ന ദൈൻ, അങ്ങനെ അള്ളാഹുവിന്റെ ആ വിശേഷണങ്ങൾ പറഞ്ഞു. പിന്നെ അള്ളാഹു ചോദിക്കാൻ, ഇഖ്ളി അന്ന ദൈൻ, അല്ലാഹുവേ,
കടബാധ്യതകൾ നീ തീർത്തു നൽകണമേ റബ്ബ്. വഅഗ്നിനാ മിനൽ ഫഖ്രി, ദാരിദ്ര്യത്തിൽ നിന്ന് നീ നമ്മളെ സംരക്ഷിക്കണം റബ്ബ്. ഉറങ്ങാൻ കിടക്കുമ്പോഴുള്ള ദുആ ആയിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദുആ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആണ് ഹദീസ് ഉദ്ധരിക്കുന്ന സഹാബി. അപ്പൊ ഈ ഹദീസിൽ അള്ളാഹിന്റെ വിശേഷണമായി പറഞ്ഞത് ആദ്യത്തവനും അവസാനത്തവനും, അൽ അവ്വലു വൽ ആഖിർ. ഖുർആനിലും അള്ളാഹു പറഞ്ഞു അള്ളാഹുവാണ് ആദ്യത്തവനും അവസാനത്തവനും. അപ്പൊ അള്ളാഹിന്റെ മുമ്പിൽ ഒന്നില്ല, അള്ളാഹിന്റെ ശേഷവും ഒന്നില്ല. ഇനി ബാക്കി എല്ലാം അള്ളാഹിന്റെ സൃഷ്ടികളാണ്. പിന്നെ അള്ളാഹു സൃഷ്ടിപ്പ് ആരംഭിക്കുകയാണ്. അള്ളാഹു ആദ്യമായി സൃഷ്ടിച്ചത് 4 കാര്യങ്ങളാണ്. അള്ളാഹു ആദ്യമായി സൃഷ്ടിച്ചത് അൽ അർശു വൽ മാഉ വൽ ഖലമു വൽ ലൗഹ്. ഈ 4 വസ്തുക്കളാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ആദ്യമായി സൃഷ്ടിച്ചത്. ഒരു ഹദീസ് ഇമ്രാൻ ബിൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ്. സഹാബി പറയാണ്, ദഖൽതു അലൻ നബി, ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസ്, ദഖൽതു അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ സദസ്സിലേക്ക് വന്നു. വഅഖൽതു നാഖതി ബിൽ ബാബ്, ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ സദസ്സിലേക്ക് വരുമ്പോൾ റസൂലിന്റെ പള്ളിയുടെ വാതിന്റെ അടുക്കൽ എൻ്റെ ഒട്ടകത്തെ കെട്ടിയിട്ടു. ഒട്ടകത്തെ കെട്ടിയിട്ടാണ് ഞാൻ പള്ളിയിലേക്ക് കടന്നത്. അങ്ങനെ റസൂലിന്റെ സദസ്സിൽ ഇരിക്കുന്ന സമയം ഫഅതാഹു നാസുൻ ബിൻ ബനി തമീം, ബനു തമീം ഗോത്രത്തിലെ ഒരു വിഭാഗം ആൾക്കാർ റസൂലിന്റെ അടുക്കലേക്ക് വന്നു. അപ്പൊ റസൂൽ പറഞ്ഞു, ഫഖാല ഇഖ്ബലുൽ ബുശ്റ യാ ബനി തമീം, ഈ സന്തോഷ വാർത്ത നിങ്ങൾ സ്വീകരിക്കുക. അഥവാ ഇസ്ലാമിനെ അവർക്ക് പരിചയപ്പെടുത്തി, തൗഹീദിനെ പരിചയപ്പെടുത്തി. ആ തൗഹീദ് സ്വീകരിച്ചാൽ സ്വർഗമുണ്ടെന്നുള്ള സന്തോഷ വാർത്ത നിങ്ങൾ സ്വീകരിക്കുക. പക്ഷെ ബനൂ തമീം ഗോത്രക്കാർ പറഞ്ഞു, ഖദ് ബശർതനാ ഫഅഅതിനാ മർറതൈൻ, ഇതിന്റെ മുമ്പ് നീ നമുക്ക് സന്തോഷ വാർത്ത അറിയിച്ചിട്ടുണ്ട്, നീ നമുക്ക് എന്ത് ചെയ്യണം, ഫഅഅതിനാ, നീ നമുക്ക് നൽക്. അഥവാ അവർ ആഗ്രഹിച്ചത് ദുനിയാവാണ്. അവർ ദുനിയാവിന്റെ കാര്യങ്ങളാണ് റസൂലിനോട് ചോദിച്ചത്. റസൂൽ നിരാശനായി. അവർ അല്ലാഹുവിന്റെ റസൂലിന്റെ ദഅവത്ത് സ്വീകരിച്ചില്ല, ബനൂ തമീം ഗോത്രക്കാർ. അങ്ങനെ ഇരിക്കെ ثم دخل عليه ناس من اهل اليمن, യമനിലെ ഒരു വിഭാഗം ആൾക്കാർ അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് വന്നു, അശ്അരി ഗോത്രക്കാർ. അവരും വന്നപ്പോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, ഇഖ്ബലുൽ ബുശ്റ യാ അഹ്ലൽ യമൻ, യമനുകാരേതാ ഈ സന്തോഷ വാർത്ത നിങ്ങൾ സ്വീകരിക്കുക, തൗഹീദ് നിങ്ങൾ സ്വീകരിക്കുക. ഇത് ലം യഖ്ബിൽഹാ ബനൂ തമീം, ബനൂ തമീമുകാർ ഗോത്രം ഇത് സ്വീകരിച്ചില്ല, നിങ്ങൾ ഇത് സ്വീകരിക്കുക. ഫഖദ് ഖബിൽനാ യാ റസൂലല്ലാഹ്, അവരെന്ത് ചെയ്തു, ഇസ്ലാം സ്വീകരിച്ചു. അവർ റസൂലിന്റെ ദഅവത്ത് സ്വീകരിച്ചു. ആ ദഅവത്ത് സ്വീകരിച്ചിട്ട് പിന്നെ അവർ അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ച ആദ്യത്തെ ചോദ്യം, ജിനാക നസ്അലുക അൻ ഹാദൽ അംർ, അല്ലാഹുവിന്റെ റസൂലേ, നമ്മൾ താങ്കളുടെ അടുക്കലേക്ക് വന്നത് ഒരു കാര്യം ചോദിക്കാനാണ്. എങ്ങനെയായിരുന്നു ലോകത്തിന്റെ ആരംഭം, അത് ചോദിക്കാനാണ് നമ്മൾ താങ്കളുടെ അടുക്കലേക്ക് വന്നത്. ഖാല, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ചോദ്യത്തിന്റെ മറുപടി പറയാണ്, കാന അല്ലാഹു വലം യകുൻ ശൈഉൻ ഗൈറുഹു, അല്ലാഹു ഉണ്ടായിരുന്നു, മറ്റൊന്നും അല്ലാഹുവിന്റെ കൂടെ ഉണ്ടായിരുന്നില്ല. വകാന അർശുഹു അലൽ മാ, അല്ലാഹുവിന്റെ അർശ് വെള്ളത്തിന്റെ മുകളിലായിരുന്നു. ആദ്യത്തെ സൃഷ്ടി അർശ്, പിന്നെ വെള്ളം. അപ്പൊ അല്ലാഹുവിന്റെ അർശ് വെള്ളത്തിന്റെ മുകളിലാണ്. വകതബ ഫി الذിക്രി കുല്ല ശൈഇൻ, മൂന്നാമതായിട്ട് കതബ കുല്ല ശൈഇൻ, എല്ലാ വസ്തുക്കളെയും അല്ലാഹു രേഖപ്പെടുത്തി. അദ്ദിക്ർ, ലൗഹുൽ മഹ്ഫൂദിൽ അല്ലാഹു എല്ലാം രേഖപ്പെടുത്തി. 4 വസ്തുക്കൾ, അർശ്, മാ, ഖലം, ലൗഹ്. ലൗഹ് എന്ന് പറഞ്ഞാൽ ലൗഹുൽ മഹ്ഫൂദ് എഴുതി വെക്കേണ്ടത്. വഖലഖ അസ്സമാവാതി വൽ അർള, അതിനുശേഷമാണ് ഭൂമി ആകാശങ്ങളെ സൃഷ്ടിക്കുന്നത്. ആദ്യം ഭൂമി, പിന്നെ ആകാശം. ഫനാദ മുനാദി, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്രയും പറഞ്ഞപ്പോൾ പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമി ആകാശങ്ങളെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞപ്പോ ഫനാദ മുനാദി,
ഇമ്രാൻ ബിൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു പറയാണ്, ഒരാൾ എൻ്റെ പേര് ഉച്ചത്തിൽ വിളിച്ചു പള്ളിയുടെ പുറത്തുനിന്ന്. ഇമ്രാൻ ബിൻ ഹുസൈൻ, താങ്കളുടെ ഒട്ടകം കെട്ടഴിഞ്ഞ് ഓടിപ്പോയിട്ടുണ്ട്. അങ്ങനെ ഒരാൾ വിളിച്ചു പറഞ്ഞു. ഫന്തലഖ്തു, ഞാൻ പള്ളിയിൽ നിന്നും ഇറങ്ങി ഓടി, ഒട്ടകത്തിന്റെ പിറകെ ഇറങ്ങി ഓടി. ഫഇദാ ഹിയ യഖ്തഉ ദൂനഹ അസ്സറാബ്, ഞാൻ പുറത്തേക്ക് ഇറങ്ങി അതിന്റെ പിറകെ അന്വേഷിച്ച് പോകുമ്പോഴേക്കും ഒട്ടകം കുറേ ദൂരം പിന്നിട്ടിരുന്നു. ഞാൻ ഇങ്ങനെ പോയി, അപ്പോഴേക്കും മേഘങ്ങൾ കൊണ്ട് മൂടി, ആകാശം മൂടി, മഴ പെയ്യാനെടുത്തു. ഫവല്ലാഹി, എനിക്ക് നഷ്ടപ്പെട്ടു. എനിക്ക് എൻ്റെ ഒട്ടകത്തെ തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞില്ല. ഒട്ടകത്തിന് ഭയങ്കര സ്പീഡാണ്, ഓടാൻ തുടങ്ങിയാൽ നിൽക്കൂല പെട്ടെന്ന്. അദ്ദേഹം പറയാണ്, ഫവല്ലാഹി, അല്ലാഹുവാണ് സത്യം, ലവദിത്തു അന്നി കുന്തു തറക്തുഹാ, ആ സമയത്ത് ഞാൻ ആഗ്രഹിച്ചു പോയി ആ ഒട്ടകത്തിന് അതിന്റെ വഴിക്ക് വിട്ടാ മതിയായിരുന്നു, അതിന്റെ പിറകെ ഓടണ്ടായിരുന്നു. ആ ഒട്ടകത്തിന്റെ പിറകെ ഓടിയപ്പോൾ എന്ത് നഷ്ടപ്പെട്ടു? ബാക്കിയുള്ള ഹദീസ് നഷ്ടപ്പെട്ടു, ഇൽമ് നഷ്ടപ്പെട്ടു. അതിന്റെ അർത്ഥം ദുനിയാവിന്റെ പിറകെ ഓടിയാൽ ഇൽമ് നഷ്ടപ്പെടും. അള്ളാഹിനെയും അള്ളാഹിന്റെ ദീനിനെയും പരിചയപ്പെടുത്തുന്ന ഖുർആന്റെയും ഹദീസിന്റെയും ഇൽമ് നഷ്ടപ്പെടും ദുനിയാവിന്റെ പിറകെ ഓടിയാൽ. അതാണ് ഈ ഹദീസിൽ നിന്നും ആ സഹാബി നമ്മളെ പഠിപ്പിക്കുന്നത്. ആ സഹാബി ആഗ്രഹിച്ചു പോയി, ആ മറ്റാൾ പറയുന്ന സമയത്ത് തന്നെ അതിനങ്ങ് വിട്ടാൽ മതിയായിരുന്നു, അതിന്റെ പിറകെ ഓടുണ്ടായിരുന്നു. അപ്പൊ ഈ ഹദീസിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് എന്താണ്? അള്ളാഹുവിന്റെ അർശ്, പിന്നെ വെള്ളം, പിന്നെ ഖലം, ലൗഹ്. വേറൊരു ഹദീസ് മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഒരു സഹാബി പറയാണ്, യാ ബുനയ്യ, ഒരു സഹാബി തന്റെ മകനെ വിളിച്ചിട്ട് പറയാണ്, യാ ബുനയ്യ ഇന്നക ലൻ തജിദ തഅമ ഹഖീഖത്തിൽ ഈമാൻ, നീ ഈമാനിന്റെ മാധുര്യം നിനക്ക് ആസ്വദിക്കാൻ കഴിയില്ല. ഹത്താ തഅലം, നീ മനസ്സിലാക്കുന്നത് വരെ. ഈമാൻ ഒരു മാധുര്യമുണ്ട്, അത് നീ ഒരു കാര്യം നീ മനസ്സിലാക്കുന്നത് വരെ ആ മാധുര്യം നിനക്ക് ആസ്വദിക്കാൻ കഴിയില്ല. എന്താണത്? അന്നമാ അസാബക ലം യകുൻ ലിയുഖ്തിഅക, നിനക്ക് ലഭിച്ച സാധനം, ദുനിയാവിൽ നിനക്ക് കിട്ടിയ വസ്തു, നിനക്ക് ലഭിച്ചത്, അതെന്തല്ല, നിനക്ക് കിട്ടാതാകേണ്ട കാര്യമല്ല. അത് അല്ലാഹു നിനക്ക് രേഖപ്പെടുത്തിയതാണ്, നിനക്ക് കിട്ടേണ്ടത് തന്നെയാണത്. വമാ അഖ്തഅക ലം യകുൻ ലിയുസീബക, നിനക്ക് ലഭിക്കാത്തതോ അത് നിനക്ക് ലഭിക്കേണ്ടതല്ല, അത് അല്ലാഹു അങ്ങനെയാണ് രേഖപ്പെടുത്തിയത്. എന്നിട്ട് ആ സഹാബി പറഞ്ഞു, സമിഅ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, അഥവാ ഖദറിലുള്ള പൂർണ്ണമായ വിശ്വാസം. എന്തെങ്കിലും പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ അത് അല്ലാഹുവിന്റെ ഭാഗത്തുള്ള തീരുമാനമാണ്. എന്തെങ്കിലും കിട്ടിയാലോ അതും അല്ലാഹുവിന്റെ ഭാഗത്തു നിന്നുള്ളതാണ്. എന്തെങ്കിലും നഷ്ടപ്പെട്ടാലോ അതും അല്ലാഹുവിന്റെ ഭാഗത്തു നിന്നുള്ളതാണ്. അപ്പൊ യഖീൻ, അതുപോലെ ഖദറുള്ള ഈമാൻ, അൽ ഈമാനു ബിൽ ഖദർ വൽ ഖളാഇ വൽ ഖദർ, ആ യഥാർത്ഥ ഈമാൻ ഉള്ളവർക്ക് മാത്രമേ എന്താവുള്ളൂ, ഈമാനിന്റെ മാധുര്യം ആസ്വദിക്കാൻ കഴിയുകയുള്ളൂ. എന്നിട്ട് സഹാബി പറയാം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടു, ഇന്ന അവ്വല മാ ഖലഖല്ലാഹു അൽ ഖലം, അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യമായി സൃഷ്ടിച്ചത് ഖലമാണ്. മറ്റേ ഹദീസിലോ അർശ്. രണ്ട് ഹദീസിനെയും പണ്ഡിതന്മാർ ജമ്മാക്കി. അങ്ങനെ ഖലം എന്നുള്ളത് നമ്മളുമായി ബന്ധപ്പെട്ടതാണ്, മനുഷ്യരുമായി ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ടാണ് അവരെ സംബന്ധിച്ച് പറയുമ്പോൾ ആദ്യമായിട്ട് അതിനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അല്ലാഹു ഖലമിനെ സൃഷ്ടിച്ചു. ഫഖാല ലഹു ഉക്തുബ്, എന്നിട്ട് ആ പേനയോട് അല്ലാഹു എഴുതാൻ പറഞ്ഞു. തിരിച്ച് പേന ചോദിച്ചു, റബ്ബി വമാദാ അക്തുബ്, അല്ലാഹുവേ ഞാൻ എന്താണ് എഴുതേണ്ടത്? അല്ലാഹുവിന്റെ മറുപടി, ഉക്തുബു മഖാദീറ കുല്ലി ഷൈഇൻ ഹത്താ തഖൂമ അസ്സാഅ, ഖിയാമത്ത് നാൾ വരെയുള്ള എല്ലാ വസ്തുക്കളുടെയും തീരുമാനം നീ രേഖപ്പെടുത്തണം, എഴുതണം. അപ്പോൾ ലൗഹുൽ മഹ്ഫൂദിൽ അന്ന് ആ പേന എഴുതിയിട്ടുണ്ട് എന്തൊക്കെ? ഖിയാമത്ത് നാൾ വരെയുള്ള സകല കാര്യങ്ങളും അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതാണ് അള്ളാഹുവിന്റെ ഖദർ. അപ്പൊ ആ ഖദറിൽ വിശ്വസിക്കുന്നത് വരെ ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂല? ഈമാനിന്റെ മാധുര്യം ആസ്വദിക്കാൻ കഴിയില്ല. എന്നിട്ട് ആ സഹാബി പറയാൻ, യാ ബുനയ്യ ഇന്നി സമിഅ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, മകനെ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത് ഞാൻ കേട്ടു, മൻ മാത അലാ ഗൈരി ഹാദാ ഫലൈസ മിന്നി,
ആരെങ്കിലും ഈ ഒരു വിശ്വാസമില്ലാതെയാണ് മരണപ്പെടുന്നതെങ്കിൽ ഫലൈസ മിന്നി, അവൻ നമ്മിൽപ്പെട്ടവനല്ല. അപ്പൊ നമ്മുടെ ഈമാന്റെ ഒരു ഭാഗമാണ് എന്ത്? അൽ ഈമാനു ബിൽ ഖളാഇ വൽ ഖദർ, ഈമാൻ കാര്യത്തിലെ അവസാനത്തിൽപ്പെട്ടതാണ്. അപ്പൊ ഈ ഹദീസിലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് സൃഷ്ടിപ്പിന്റെ ആരംഭത്തെ സംബന്ധിച്ച. മറ്റൊരു ഹദീസ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കതബല്ലാഹു മഖാദീറൽ ഖലായിഖി, സൃഷ്ടികളുടെ കണക്ക് രേഖ അല്ലാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തി. ഖബ്ല അൻ യഖ്ലുഖസ് സമാവാതി വൽ അർള, ഭൂമി ആകാശങ്ങളെ അല്ലാഹു സൃഷ്ടിക്കുന്നതിന്റെ മുമ്പ്. ബിഖംസീന അൽഫ സന, 50,000 വർഷങ്ങൾക്ക് മുമ്പ്. അപ്പോൾ അർശിനെയും വെള്ളത്തെയും പേനയെയും ലൗഹിനെയും സൃഷ്ടിച്ച് 50,000 വർഷം കഴിഞ്ഞിട്ടാണ് ഭൂമി ആകാശങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിക്കുന്നത്. ഖാല വഅർശുഹു അലൽ മാ, ആ സമയത്തൊക്കെ അല്ലാഹുവിന്റെ അർശ് വെള്ളത്തിന്റെ മുകളിലായിരുന്നു. ഇതാണ് ഹദീസ്. അപ്പൊ സൃഷ്ടിപ്പിന്റെ ഇത് മനസ്സിലായില്ലേ? തർത്തീബ് മനസ്സിലായില്ലേ? അതൊക്കെ കഴിഞ്ഞ് അല്ലാഹു എല്ലാം രേഖപ്പെടുത്തി കഴിഞ്ഞ് 50,000 വർഷം കഴിഞ്ഞിട്ടാണ് ഭൂമി ആകാശങ്ങൾ അല്ലാഹു സൃഷ്ടിക്കുന്നത്. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് അർശിനെ സംബന്ധിച്ചാണ്. അല്ലാഹുവിന്റെ അർശ്, അല്ലാഹുവിന്റെ സിംഹാസനം. ഖുർആനിൽ 7 സ്ഥലങ്ങളിൽ അർ-റഹ്മാനു അലൽ അർശി ഇസ്തവ, അല്ലാഹു അർശിന്റെ മുകളിലാണ്, അല്ലാഹു അർശിൽ ഇസ്തിവായിലാണ് എന്ന് 7 സ്ഥലങ്ങളിൽ വന്നിട്ടുണ്ട്. അല്ലാഹു അർശിൽ ആരോഹിതനാണ്. അല്ലാഹുവിന്റെ സിഫത്താണ്. അല്ലാഹുവിന്റെ സിഫത്തിന്റെ വിഷയത്തിൽ നമ്മുടെ ഈമാൻ എന്താണ്? അല്ലാഹുവും അല്ലാഹുവിന്റെ റസൂലും ഖുർആനിലും ഹദീസിലും എങ്ങനെയാണോ പറഞ്ഞത് അത് അതേപോലെ അംഗീകരിക്കുന്നു, വിശ്വസിക്കുന്നു. അതിന്റെ രൂപം മനസ്സിൽ കാണാൻ പറ്റൂല, അതിന്റെ ഒരു ഘടന പറയാൻ കഴിയില്ല, അതിന്റെ മാറ്റത്തിരുത്തൽ ആക്കാൻ പറ്റൂല, അതിനെ വ്യാഖ്യാനിക്കാൻ പറ്റൂല. അതൊന്നുമില്ലാതെ അത് അതേപോലെ നമ്മൾ അംഗീകരിക്കുന്നു, വിശ്വസിക്കുന്നു. അതാണ് നമ്മുടെ ഈമാൻ. ഈ അള്ളാഹുവിന്റെ അർശ്, അതാണ് ഏറ്റവും വലിയ സൃഷ്ടി. അള്ളാഹു സൃഷ്ടിച്ചതിൽ ഏറ്റവും വലുത് അള്ളാഹുവിന്റെ അർശാണ്. 3 രീതിയിൽ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അർശിനെ സംബന്ധിച്ച് പറയുന്നുണ്ട്. 3 വിശേഷണങ്ങൾ. ഒന്ന്, ഫതആല അല്ലാഹുൽ മലിക്കുൽ ഹഖ് ലാ ഇലാഹ ഇല്ലാ ഹുവ റബ്ബുൽ അർശിൽ അദീം. അല്ലാഹു വലിയ മഹത്തായ ആ അർശിന്റെ റബ്ബാണ് അല്ലാഹു. മറ്റൊരു സ്ഥലത്ത് റബ്ബുൽ അർശിൽ കരീം, അതായത് ഉന്നതമായ സ്ഥാനമുള്ള അർശ്. അപ്പം അദീം എന്ന വിശേഷണം അല്ലാഹു നൽകിയിട്ടുണ്ട്, കരീം എന്ന വിശേഷണവും അർശിന് അല്ലാഹു ഖുർആനിൽ നൽകിയിട്ടുണ്ട്. മൂന്നാമത്തേത് അൽ അർശുൽ മജീദ്, ദുൽ അർശിൽ മജീദ്. മജീദ് എന്ന് പറഞ്ഞാൽ ഉന്നതമായ സ്ഥാനം. ഈ 3 വിശേഷണങ്ങളാണ് അല്ലാഹു അർശിന് നൽകിയിട്ടുള്ളത്. നമുക്കറിയാം അല്ലാഹുവിന്റെ അർശും പിന്നെ കുർസും. അത് പറയല്ലേ, അല്ലാഹുവിന്റെ അർശും കുർസും. കുർസി എന്ന് പറഞ്ഞാൽ എന്താ? വസിഅ കുർസിയ്യുഹു സ്സമാവാതി വൽ അർദ്. ആയത്ത് കുർസിയില്ലേ? വസിഅ കുർസിയ്യുഹു സ്സമാവാതി വൽ അർദ്. കുർസി എന്ന് പറഞ്ഞാൽ മൗദിഉൽ ഖദമൈൻ, അല്ലാഹുവിന്റെ കാല് വെക്കുന്ന സ്ഥലമാണ് അൽ കുർസി. അർശ് എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ സിംഹാസനം. കുർസി എന്ന് പറഞ്ഞാൽ മൗദിഉൽ ഖദമൈൻ. അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നൽകിയ തഫ്സീറാണ്. ആയത്തുണ്ടല്ലോ വസിഅ കുർസിയ്യുഹു സ്സമാവാതി വൽ അർദ്. ആ ആയത്തിന് അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നൽകിയ വ്യാഖ്യാനം അൽ കുർസിയു മൗദിഉൽ ഖദമൈൻ, 2 കാലുകൾ വെക്കുന്ന സ്ഥലമാണ് അൽ കുർസി. അതാണ് അല്ലാഹുവിന്റെ അർശും അല്ലാഹുവിന്റെ കുർസും. അബൂദർ റളിയല്ലാഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അർശിന്റെ വലിപ്പം സഹാബാക്കളെ പഠിപ്പിക്കുകയാണ്. നമ്മളെ സഹാബാക്കളെ മാത്രമല്ല. യാ അബാദർ മസ്സമാവാതു സബ്ഇ മഅൽ കുർസിയ്യി ഇല്ലാ കഹൽഖത്തിൻ മുൽഖാത്തിൻ ബിഅർദി ഫലാത്തിൻ. കുർസിയുടെ വലിപ്പം, അല്ലാഹുവിന്റെ കാലുകൾ വെക്കുന്ന സ്ഥലത്തിന്റെ വലിപ്പം പറഞ്ഞു കൊടുക്കണം. മസ്സമാവാതു സബ്ഇ, 7 ആകാശങ്ങൾ.
അതിൽപ്പെട്ട ഭൂമിയും എല്ലാ വസ്തുക്കളും, നമ്മൾ ഈ കാണുന്ന പ്രപഞ്ചം, നമ്മൾ കാണാത്തത്, ഈ പ്രപഞ്ചവും അള്ളാഹുവിന്റെ കുർസിയും തമ്മിലുള്ള വ്യത്യാസം എന്നുള്ളത് ഒരു വലിയ മരുഭൂമി, കണ്ണെത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന ഒരു മരുഭൂമി, അതിൽ ചെറിയൊരു വട്ടക്കണ്ണ്, കഹൽഖത്തിൻ മുൽഖാത്ത്, നമ്മളെ മോതിരം പോലെ ചെറിയൊരു ഇരുമ്പിന്റെ വട്ടം, അത് ആ മരുഭൂമിയിൽ വെച്ചാൽ എങ്ങനെ ഉണ്ടാവോ അതാണ് അള്ളാഹുവിന്റെ കുർസിയും ഈ പ്രപഞ്ചവും തമ്മിലുള്ള വ്യത്യാസം. കുർസിന്റെ മുമ്പിൽ ഈ പ്രപഞ്ചം എങ്ങനെയാണ്? ചെറിയ മോതിരക്കണ്ണി പോലെയാണ്. അപ്പൊ കുർസി എത്ര വലുതുണ്ടാവും? എന്നിട്ട് റസൂൽ പറയാണ്, ആ കുർസിയിനേക്കാൾ വലുതാണ് അർശ്. ഏത് രീതിയിൽ? ഒരു വലിയ മരുഭൂമിയിൽ ആ വട്ടക്കണ്ണി എത്രമാത്രം ചെറുതാണോ അത്രയും ചെറുതാണ് അർശിനെ സംബന്ധിച്ച് കുർസി. അപ്പൊ കുർസി എത്ര, അള്ളാഹുന്റെ അർശ് എത്ര വലുപ്പുണ്ടാവും? അത്രയും വലുതാണ് അള്ളാഹുവിന്റെ അർശ്. അത്രയും വലുത് അള്ളാഹുവിന്റെ അർശ്. നമ്മൾ കാണാത്തൊരു ലോകാണത്. നമുക്ക് കാണുന്ന ഈ ചെറിയൊരു സ്ഥലം, അതിലും ചെറിയൊരു മനുഷ്യൻ. അപ്പൊ നമ്മുടെ നിസാരത അള്ളാഹിന്റെ മഹത്വം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. നമ്മുടെ നിസാരത, ഇതിനൊക്കെ ഉടമപ്പെടുത്തുന്ന റബ്ബ്, ആ റബ്ബ് എന്നിട്ട് നമ്മളോട് എന്ത് ചെയ്യാണ്? കരുണാണിക്കാൻ. നമ്മുടെ റഹ്മത്താണ്. അള്ളാഹ് നമ്മളൊന്നും ഒന്നുമല്ല. ഭൂമി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ഏറ്റവും ചെറുതുള്ളൊരു ഭാഗം. നമുക്കോ അത് വലിയ സംഭവം. ഇതൊക്കെ പഠിക്കുമ്പോഴാണ്, മനസ്സിലാക്കുമ്പോഴാണ് അള്ളാഹുവിന്റെ ജലാലത്തും അള്ളാഹുവിന്റെ അളമത്തും നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നത്. അള്ളാഹുന്റെ അർശ് എവിടെയുള്ള? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ആമന ബില്ലാഹി, ആരെങ്കിലും അള്ളാഹുവിൽ വിശ്വസിച്ചാൽ, വബിറസൂലിഹി, അള്ളാഹുവിന്റെ റസൂലിലും വിശ്വസിച്ചു, അഥവാ മുഅ്മിനായ, വഅഖാമസ്സലാ, ഈമാൻ കഴിഞ്ഞ പിന്നെ അടുത്തേതാണ്? നിസ്കാരമാണ്. വഅഖാമസ്സലാ, നിസ്കാരം നിലനിർത്തുകയും ചെയ്താൽ, വസാമ റമദാന, റമദാനിൽ നോമ്പനുഷ്ഠിക്കുകയും ചെയ്താൽ, കാന ഹഖ്ഖൻ അലല്ലാഹി അൻ യുദ്ഖിലഹു അൽ ജന്ന, ആ അടിമയെ സ്വർഗത്തിലേക്ക് അയക്കൽ അള്ളാഹു ബാധ്യത ഏറ്റെടുത്തിരിക്കുന്നു. അള്ളാഹു ഏറ്റെടുത്തത്, അവനെ സ്വർഗത്തിൽ അള്ളാഹു ആക്കും. എപ്പോഴും മുവഹിദായിരിക്കണം. നിസ്കാരം, നോമ്പ്, അത്രയും കണിശമായ കാര്യങ്ങളാണ് അതൊക്കെ. അത് കൃത്യമായിട്ട് ഒരാൾ ചെയ്താൽ അള്ളാഹു അവനെന്തെയും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും. ജാഹദ ഫീ സബീലില്ലാഹി ഔ ജലസ ഫീ അർദിഹി അല്ലതി വുലിദ ഫീഹാ, അവൻ അള്ളാഹിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്താലും ശരി, എല്ലാ ജിഹാദ് ചെയ്യാതെ അവനവന്റെ നാട്ടിൽ തന്നെ നിന്നാലും ശരി, അള്ളാഹു അവനെ സ്വർഗത്തിലാക്കും. ഈ ഹദീസ് പറഞ്ഞപ്പോ സഹാബാക്കൾ ചോദിച്ചു, യാ റസൂലല്ലാഹ് അഫലാ നുബശ്ശിറു ബിഹന്നാസ്, ഈ സന്തോഷ വാർത്ത നമ്മൾ ജനങ്ങളെ അറിയിക്കട്ടെ. എന്തു സന്തോഷം ജനങ്ങളെ അറിയിക്കാൻ തിടുക്കാണ് സഹാബാക്കൾക്ക്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇന്ന ഫിൽ ജന്നതി 100 ദറജ, സ്വർഗത്തിൽ 100 തട്ടുകളുണ്ട്, 100 ദറജകളുണ്ട്. തട്ട് മനസ്സിലായില്ലേ? 100 തട്ടുകൾ. അഅദ്ദഹ അല്ലാഹു ലിൽ മുജാഹിദീന ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്നവർക്കാണ് അള്ളാഹു അത് തയ്യാറാക്കിയിട്ടുള്ളത്. മാ ബൈന ദറജതൈനി കമാ ബൈന അസ്സമാഇ വൽ അർദ്, ആ 100 തട്ടുകൾക്ക്, 2 തട്ടുകൾക്കിടയിലുള്ള വ്യത്യാസം ആകാശഭൂമികൾ തമ്മിലുള്ള വ്യത്യാസം പോലെയാണ്. അപ്പോൾ സ്വർഗത്തിന്റെ ഒക്കെ വലുപ്പം എന്തായിരിക്കും? അപ്പൊ 2 തട്ടുകൾക്കിടയിലുള്ള വ്യത്യാസം ആകാശഭൂമികൾക്കിടയിലുള്ള വ്യത്യാസം പോലെയാണ്. എന്നിട്ട് റസൂൽ പറഞ്ഞു, ഫഇദാ സഅൽതുമുല്ലാഹ, നിങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കുന്നുണ്ടെങ്കിൽ, ഫസ്അലൂഹുൽ ഫിർദൗസ്, നിങ്ങൾ എന്ത് ചെയ്യണം? ഫിർദൗസിനെ ചോദിക്കണം. ഫിർദൗസ് എന്ന് പറഞ്ഞാൽ സ്വർഗത്തിന്റെ മറ്റൊരു പേരല്ല അത്. ഫിർദൗസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇന്നഹു ഔസതുൽ ജന്ന, സ്വർഗത്തിന്റെ മധ്യഭാഗത്തിനാണ് ഫിർദൗസ് എന്ന് പറയാം. വഅഅലൽ ജന്ന, സ്വർഗത്തിന്റെ മുകൾ ഭാഗത്തിനാണ് ഫിർദൗസ് എന്ന് പറയാം. അപ്പൊ ആ ഫിർദൗസിനെ തന്നെ നിങ്ങൾ ചോദിക്കണം. സ്വർഗം ചോദിക്കുമ്പോൾ ഫിർദൗസിനെ നിങ്ങൾ ചോദിക്കണം. ഏറ്റവും നല്ല സ്ഥലത്തെ നിങ്ങൾ ചോദിക്കണം. അത് സ്വർഗത്തിന്റെ മധ്യഭാഗമാണ്, അതിന്റെ മുകൾ ഭാഗമാണ്, ഉയർന്ന ഭാഗമാണ്.
എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഫൗഖഹു അർശുർ റഹ്മാൻ, അതിൻ്റെ മുകളിലാണ് അള്ളാഹുവിൻ്റെ അർശ്. ഇപ്പോൾ മനസ്സിലായല്ലോ അള്ളാഹിൻ്റെ അർശ് എവിടെയുള്ളത്? സ്വർഗത്തിൽ ഫിർദൗസിൻ്റെ മുകളിൽ, വെള്ളത്തിൻ്റെ മുകളിലാണ് അള്ളാഹുവിൻ്റെ അർശ്. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വമിൻഹു തഫജ്ജറു അൻഹാറുൽ ജന്ന, ആ അർശിൻ്റെ ഭാഗത്തു നിന്നാണ് സ്വർഗത്തിലെ നദികൾ ഒഴുകി തുടങ്ങുന്നത്. അതാണ് അർശിൻ്റെ സ്ഥലവും അർശിൻ്റെ വലുപ്പം. അർശിന്റെ വലുപ്പത്തെ സംബന്ധിച്ച് അള്ളാഹു പറഞ്ഞ ആയത്ത്, ആഖിറത്തിൽ ഖിയാമത്ത് നാളിൽ വൽ മലകു അലാ അർജാഇഹ വയഹ്മിലു അർശ റബ്ബിക ഫൗഖഹും യൗമഇദിൻ സമാനിയ. ആ സമാനിയന്റെ വിഷയത്തിൽ കുറെ തഫ്സീറാത്തുകളുണ്ട്. 8 എന്ന പദമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഉപയോഗിച്ചത്. 8 മലക്കുകൾ അവർക്ക് മുകളിലായിട്ട് അർശിനെ വഹിക്കുന്ന മലക്കുകൾ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ്, ഉദിന ലി അൻ ഉഹദ്ദിസ അൻ മലകിൻ മിൻ മലായികത്തില്ലാഹി അസ്സ വജല്ല മിൻ ഹമലത്തിൽ അർശി. അല്ലാഹുവിന്റെ അർശിനെ വഹിക്കുന്ന 8 മലക്കുകൾ ഉണ്ടല്ലോ, അതിൽപ്പെട്ട ഒരു മലക്കിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് വിശദീകരിച്ച് നൽകാൻ അള്ളാഹു എനിക്ക് അനുവാദം നൽകി. അള്ളാഹുവിന്റെ അർശിനെ, ഹമലത്തുൽ അർശ്, മലക്കുകൾക്ക് അള്ളാഹു വ്യത്യസ്തമായ ജോലികൾ നൽകിയിട്ടുണ്ട്. അതിലൊരു വിഭാഗമാണ് എന്ത്? ഹമലത്തുൽ അർശ്, അള്ളാഹുവിന്റെ അർശിനെ വഹിക്കുന്ന മലക്കുകൾ. അപ്പൊ ആ മലക്കുകളിൽപ്പെട്ട ഒരു മലക്കിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് വിശദീകരിച്ചിരുന്ന അള്ളാഹു എനിക്ക് അനുവാദം നൽകി. റസൂൽ ആ മലക്കിന്റെ വലുപ്പം പറയാം, ഇന്നമാ ബൈന ശഹ്മതി ഉദ്നിഹി, ആ മലക്കിന്റെ ചെവിയുടെ അറ്റഭാഗം, ഇതിനാണ് ഷഹ്മത്ത് എന്ന് പറയാം. ഷഹ്മത്ത് മുതൽ ഇലാ ആതിഖിഹി, ആതിഖ് എന്ന ഷോൾഡർ, ഈ ചെവിയുടെ അറ്റം മുതൽ ഷോൾഡർ വരെയുള്ള മലക്കിന്റെ ദൂരം മസീറത 700 ആമിൻ, 70 വർഷം സഞ്ചരിക്കേണ്ട ദൂരമുണ്ട്. ഒരു മലക്കിന്റെ വലുപ്പം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. അപ്പൊ മലക്കിന്റെ വലുപ്പത്തിലായിരിക്കും ഈ ചെവിയുടെ അറ്റം മുതൽ ഇവിടെ ചുമൽ വരെ 70 വർഷം അഥവാ എങ്ങനെ സഞ്ചരിക്കണം? നിർത്താതെ സഞ്ചരിക്കണം. 70 വർഷം നിർത്താതെ സഞ്ചരിച്ച് എത്ര ദൂരമുണ്ടോ അത്രയും ദൂരമുണ്ട് ഇവിടെ നിർത്തേക്ക്. അങ്ങനെ 8 മലക്കുകളാണ് അള്ളാഹുവിന്റെ അർശ് വഹിക്കുന്നത്. അർശിന്റെ വലുപ്പം, അള്ളാഹുവിന്റെ മലക്കുകളുടെ വലുപ്പം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മലക്ക് ജിബ്രീലിനെ കണ്ടു. സദ്ദൽ ഉഫുഖ്, ചക്രവാളം മൂടുന്ന രീതിയിൽ. അത് കണ്ടപ്പോഴാണ് അല്ലാഹുവിന്റെ റസൂൽ പേടിച്ചോടിയത്. അഥവാ ആകാശത്തിന്റെയും ഭൂമിയുടെയും ഇടയിൽ ഒരു കുർസിയുടെ മുകളിൽ, ഒരു കസേരയുടെ മുകളിൽ ഇരിക്കുന്നത് പോലെ മുഹമ്മദിലേക്ക് ഇങ്ങനെ നോക്കുന്നവനായിട്ടാണ് ജിബ്രീൽ അലൈഹിസ്സലാമിനെ അല്ലാഹുവിന്റെ റസൂൽ കണ്ടത്. സദ്ദൽ ഉഫുഖ്, ആകാശം മുഴുവൻ മൂടിയിട്ടുണ്ട്, അത്രയും വലുപ്പം ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ. ആ സമയത്ത് ജിബ്രീലിന് 600 ചിറകുകൾ ഉണ്ടായിരുന്നു എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോഴാണ് റസൂൽ പേടിച്ച് ഖദീജ റളിയല്ലാഹു അൻഹയിലേക്ക് ഓടിയത്, സമ്മിലൂനി എന്ന് പറഞ്ഞിട്ട് ആ ഓട്ടം. അപ്പൊ ആ കണ്ടിട്ടാണ് പേടിയായത്. അത്രയും വലുപ്പമുണ്ട് അർശ് വഹിക്കുന്ന മലക്കുകൾ. അതിനേക്കാൾ വലുപ്പാണ് അള്ളാഹുവിന്റെ അർശ്. അപ്പോൾ ഇതൊക്കെ അള്ളാഹിന്റെ അധീനതയിലാണ്, അള്ളാഹുവിന്റെ ഉടമസ്ഥതയിലാണ്. അതിലേറ്റവും ചെറിയ സാധനമാണ് എന്ത്? ഭൂമി. ആ ഭൂമിയുടെ ഏതോ ഒരു ചെറിയ ഭാഗത്താണ് മനുഷ്യര്. ഭൂമിയുടെ 3/4 ഭാഗം വെള്ളമല്ല, അതിന്റെ ഏതോ ഒരു ഭാഗത്ത് ചെറിയ മനുഷ്യര്. ആ മനുഷ്യരുടെ മനസ്സിന്റെ അവസ്ഥ എന്ത് ചോദിക്കുക? ചില ആൾക്കാർ അള്ളാഹുവിനെ നിഷേധിക്കുന്ന ആൾക്കാർ, അള്ളാഹിനെ വെല്ലുവിളിക്കുന്ന ആൾക്കാർ. ഓ എന്തിനാ വിളിക്കുക? അള്ളാഹ്ക്കെതിരെ സംസാരിക്കുന്നു, അള്ളാഹിന്റെ ദീനെതിരെ സംസാരിക്കുന്നു, അള്ളാഹുവിന്റെ കലാം ഖുർആനെ പുച്ഛിക്കുന്നവർ, അള്ളാഹുവിന്റെ റിസാലത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തള്ളിപ്പറയുന്ന ആൾക്കാർ, അള്ളാഹുവിനെ വെല്ലുവിളിക്കുന്ന ആൾക്കാർ. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഓൻ എത്ര വലിയ അപകടത്തിലാണുള്ളത്. അവിടെ അള്ളാഹുവിന്റെ സൃഷ്ടികളെ സംബന്ധിച്ച് പഠിക്കണം. അപ്പോൾ അള്ളാഹുവിന്റെ ജലാലത്തും അലമത്തും തിരിച്ചറിയണം. അത്രയും അതിനോടൊപ്പം തിരിച്ചറിയണം എന്ത്? അള്ളാഹുവിന്റെ റഹ്മത്ത്. ഇതൊക്കെ ഉണ്ടായിട്ടും ആ മനുഷ്യനോട് അള്ളാഹു കരുണ കാണിക്കുന്നുണ്ടല്ലോ. ഇത്രയൊക്കെ ഉണ്ടായിട്ടും ആ മനുഷ്യൻ ധിക്കാരം കാണിക്കുമ്പോൾ അള്ളാഹു മാപ്പാക്കി കൊടുക്കുന്നുണ്ട്. സ്നേഹമാണ്, അടിമകളോട് അത്രയും സ്നേഹമാണ് അള്ളാഹു. മറ്റൊരു ഹദീസ്, അർശുമായി ബന്ധപ്പെട്ട ഒരു ഹദീസ്, ഇസ്തബ്ബ റജുലാനി, ഒരു സഹാബിയും ഒരു യഹൂദിയും പരസ്പരം തർക്കിച്ചു, പരസ്പരം ചീത്ത വിളിച്ചു. റജുലുൻ മിനൽ മുസ്ലിമീന വറജുലുൻ മിനൽ യഹൂദ്. റസൂലിന്റെ കാലത്ത് ഒരു യഹൂദിയും ഒരു സഹാബിയും പരസ്പരം തർക്കിച്ചു. ഖാലൽ മുസ്ലിം,
ആ സമയത്ത് ആ തർക്കത്തിനിടയിൽ ആ മുസ്ലിമായ സഹാബി പറഞ്ഞു, വല്ലദി ഇസ്തഫ മുഹമ്മദൻ അലൽ ആലമീൻ, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മാലോകർക്കിടയിൽ തിരഞ്ഞെടുത്ത അള്ളാഹുവാണ് സത്യം. ഫഖാല യഹൂദി, അപ്പൊ യഹൂദി പറഞ്ഞു, യഹൂദി എന്ന ബനൂ ഇസ്രായേൽ, വല്ലദി ഇസ്തഫ മൂസ അലൽ ആലമീൻ, മാലോകർക്ക് മൂസയെ പ്രവാചകനായി നിശ്ചയിച്ച അള്ളാഹുവാണ് സത്യം. فرفع المسلم يده عند ذلك فلطم وجه اليهودي. അപ്പോൾ റസൂലിനെ പറയുമ്പോൾ അതിനെതിരെ മൂസാ നബി അലൈഹി സ്വലാമിനെ പൊന്തിച്ചു പറഞ്ഞപ്പോൾ എന്ത് ചെയ്തു? സഹാബിക്ക് ദേഷ്യം പിടിച്ചു, കൈ ഉയർത്തിട്ട് ഫലതമ അലാ വജ്ഹിൽ യഹൂദി, യഹൂദിയുടെ മുഖത്തിൽ ഒറ്റ അടി കൊടുത്തു സഹാബി. യഹൂദി നേരെ റസൂലിന്റെ അടുക്കിലേക്ക് വന്നു പരാതിയായിട്ട്. ഫഅഖ്ബറഹു ബിമാ കാന മിൻ അംരിഹി വഅംരിൽ മുസ്ലിം, ആ നടന്ന തർക്കത്തെയും ആ സഹാബി യഹൂദിയെ അടിച്ചു എന്നും റസൂലിനോട് പരാതിപ്പെട്ടു. ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തുഖയ്യിറൂനി അലാ മൂസ, സഹാബാക്കളെ നിങ്ങൾ മൂസയേക്കാൾ എന്നെ പരിശുദ്ധിപ്പെടുത്തരുത്, മൂസയേക്കാൾ ഞാനാണ് ഉന്നതൻ എന്ന് നിങ്ങൾ പറയരുത്. എന്നിട്ട് റസൂൽ അതിന് കാരണം പറഞ്ഞു, ഫഇന്നന്നാസ യസ്അഖൂന യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ മനുഷ്യരെല്ലാവരും മരിച്ചു വീഴും, എല്ലാവരും മരിച്ചു വീഴും. ഇസ്രാഫീൽ ഊതുന്ന സമയം, ആദ്യത്തെ ഊത്തിൽ, ഫഅസ്അഖു മഅഹും, ഞാനും റസൂൽ പറയുമ്പോൾ കൈ ചൂണ്ടി പോവാണ്, ഞാനും എന്ത് ചെയ്യും? ആ ജനങ്ങളോടൊപ്പം മരണപ്പെടും, എല്ലാവരും മരണപ്പെടും. അതിൽ അല്ലാഹുവിന്റെ റസൂൽ ഉണ്ടാവും. എന്നിട്ട് റസൂൽ പറഞ്ഞു, ഫഅകൂനു അവ്വല മൻ യുഫീഖു, രണ്ടാമത്തെ ഊത്തിൽ ആദ്യമായി എഴുന്നേൽക്കുന്നത്, ബോധം വരുന്നത് എനിക്കാണ്. ആദ്യം ബോധം വരുന്നത് അല്ലാഹുവിന്റെ റസൂലിനാണ്. ഞാൻ അങ്ങനെ എഴുന്നേറ്റ് നോക്കുമ്പോൾ ഫഇദാ മൂസ ബാതിഷുൻ ജാനിബൽ അർശി, മൂസാ നബി അലൈഹിസ്സലാം അർശിന്റെ ഒരു ഭാഗം പിടിച്ച് ഇങ്ങനെ നിൽക്കുന്നതാണ് ഞാൻ കാണുന്നത്. എന്നിട്ട് റസൂൽ പറഞ്ഞു, ഫല അദ്രി, എനിക്കറിയില്ല, അകാന ഫീമൻ സഇഖ അഫാഖ ഖബ്ലി, മൂസ എല്ലാവരും മരണപ്പെട്ട് വീഴുമ്പോൾ മൂസയും മരണപ്പെട്ടിട്ടുണ്ടോ, എനിക്ക് മുമ്പ് എഴുന്നേറ്റതാണോ, അതല്ല ഔ കാന മിമ്മൻ ഇസ്തത്നല്ലാഹു, ആ ജനങ്ങളൊക്കെ മരണപ്പെടുന്നതിൽ നിന്നും മൂസയെ അള്ളാഹു ഒഴിവാക്കിയതാണോ എന്ന് എനിക്കറിയില്ല. അള്ളാഹു ഉണ്ടല്ലോ, ഫസഇഖ മൻ ഫിസ് സമാവാതി വമൻ ഫിൽ അർളി ഇല്ലാ മൻ ഷാ അല്ലാഹ്, ഭൂമിയിലുള്ള ആകാശത്തുള്ള എല്ലാവരും മരണപ്പെടും, ഇല്ലാ മൻ ഷാ അല്ലാഹ്, അള്ളാഹു ഉദ്ദേശിച്ചവൻ ഒഴികെ. ആ അള്ളാഹു ഉദ്ദേശിച്ച ഒഴികെ എന്ന് പറഞ്ഞല്ലോ, അത് മൂസ ആണോ എന്ന് എനിക്കറിയില്ല. അപ്പൊ മൂസാ നബി അലൈഹി സ്വലാം ഒരു ഫദ്ൽ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചതാണ് സഹാബാക്കളെ. പക്ഷെ അവിടെ നിന്നുണ്ട് അർശിനെ സംബന്ധിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അർശിന്റെ ഒരു ഭാഗം പിടിച്ചിട്ട് ഇങ്ങനെ മൂസ നിൽക്കുന്നതാണ് അല്ലാഹുവിന്റെ റസൂൽ കാണുന്നത്. ഇതാണ് അള്ളാഹുവിന്റെ അർശിനെ സംബന്ധിച്ച് ഏകദേശം ഒരു രൂപം കിട്ടിയല്ലോ അള്ളാഹുവിന്റെ അർശിനെ സംബന്ധിച്ച്. അപ്പം ആദ്യത്തെ 4 സൃഷ്ടികൾ, അതിന്റെ മുമ്പ് ഒരു സൃഷ്ടി ഇല്ല. ആ 4 സൃഷ്ടികളെ സൃഷ്ടിക്കുമ്പോൾ ആകാശം ഭൂമി ഇല്ല. അത് കഴിഞ്ഞ് 50,000 വർഷം കഴിഞ്ഞിട്ടാണ് അള്ളാഹു ഭൂമി ആകാശങ്ങളെ സൃഷ്ടിക്കുന്നത്. ഇനി ചില കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ ചില ആൾക്കാർ പറയും, ആദ്യമായി അള്ളാഹു സൃഷ്ടിച്ചത് റസൂലിന്റെ പ്രകാശമാണ്. തെറ്റാണ്, ബാത്തിലാണ്. അതിനവർ പറയുന്ന ചില ഹദീസുകളുണ്ട്. ഒന്ന്, അവ്വലു മാ ഖലഖല്ലാഹു നൂറ നബിയ്യിക യാ ജാബിർ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ന് പറയുന്ന ഹദീസാണ്. ജാബിർ റളിയല്ലാഹു അൻഹു വിളിച്ചു പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂൽ, ആദ്യമായി അള്ളാഹു സൃഷ്ടിച്ചത് നിന്റെ പ്രവാചകന്റെ പ്രകാശമാണ്. ആ ഹദീസ് എന്താണ്? മൗദൂആയ ഹദീസാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ കെട്ടിച്ചമച്ചുണ്ടാക്കിയ കള്ള ഹദീസാണ്. ഒരടിസ്ഥാനവും ആ ഹദീസിനില്ല. മറ്റൊരു ഹദീസ്, ലൗലാക മാ ഖലഖ്തുൽ അഫ്ലാഖ്, ആ വാക്കുകൾ കേട്ടാൽ തന്നെ തിരിയുന്നതല്ല റസൂലിന്റെ ഹദീസല്ല. താങ്കൾ ഇല്ലായിരുന്നെങ്കിൽ ഈ ലോകത്തിനെ സൃഷ്ടിക്കുമായിരുന്നില്ല. അത് മൗദൂആയ ഹദീസാണ്, ആരോ ഉണ്ടാക്കി വെച്ച ഹദീസാണ്. വേറൊരു ഹദീസ്, ഈ ഹദീസിൽ ഈ പറയുന്നതിന് എവിടെയും കേട്ട അപ്പം തിരിയണം. എന്താണ്? മൗദൂആയ ഹദീസാണ്. മൗദൂഅ് എന്ന് പറഞ്ഞാൽ ആരൊക്കെ ഉണ്ടാക്കിയിട്ട് റസൂലിന്റെ പേര് പറയാം. ലൗലാക മാ ഖലഖ്തുൽ ജന്ന, പ്രവാചകരെ താങ്കൾ ഇല്ലായിരുന്നെങ്കിൽ സ്വർഗത്തെ ഞാൻ സൃഷ്ടിക്കുമായിരുന്നില്ല. ലൗലാക മാ ഖലഖ്തുൻ നാർ, താങ്കൾ ഇല്ലായിരുന്നെങ്കിൽ
നരകത്തെ ഞാൻ സൃഷ്ടിക്കുമായിരുന്നില്ല. വമാ ഖലഖ്തു ദുനിയ, അതുപോലെ തന്നെ ദുനിയാവും സൃഷ്ടിക്കുമായിരുന്നില്ല. ഈ ഹദീസ് എന്താണ്? മൗദൂഅ. മറ്റൊരു ഹദീസ്, തവസ്സല ആദമു ബി മുഹമ്മദിൻ, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വെച്ച് ആദം നബി അലൈഹിസ്സലാം തവസ്സുൽ ചെയ്തു. ലമ്മ ഖതറഫ ആദമു അൽ ഖതീഅ, ആദം നബി അലൈഹിസ്സലാം തെറ്റ് ചെയ്തല്ലോ. അള്ളാഹിന്റെ കൽപ്പനക്ക് വഅസ ആദമു റബ്ബഹു ഫഗവ, ധിക്കാരം കാണിച്ചു അള്ളാഹിന്റെ കൽപ്പനക്ക്. ആ കൽപ്പനക്ക് ധിക്കാരം കാണിച്ചപ്പോ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മുൻനിർത്തിയിട്ട് ആദം നബി അലൈഹിസ്സലാം അള്ളാഹിനോട് ദുആ ചെയ്തു, യാ റബ്ബി അസ്അലുക, അള്ളാഹുവേ ഞാൻ നിന്നോട് ചോദിക്കുന്നു, ബിഹഖി മുഹമ്മദിൻ, മുഹമ്മദിന്റെ ഹക്ക് കൊണ്ട്, യാ, അങ്ങനെ ദുആ ചെയ്തു. ആ സമയത്ത് അള്ളാഹ് പറയാണ്, യാ ആദം ലൗലാ മുഹമ്മദുൻ മാ ഖലഖ്തുക, മുഹമ്മദ് ഇല്ലായിരുന്നെങ്കിൽ ഞാൻ താങ്കളെ സൃഷ്ടിക്കുമായിരുന്നില്ല. ഈ ഹദീസ് എന്താണ്? മൗദൂഅ. ഈ പറയപ്പെട്ട 4 ഹദീസ് എന്താണ്? മൗദൂഅ ആയിട്ട് ആരൊക്കെ ഉണ്ടാക്കിയിട്ട് അത് റസൂലിന്റെ പേരിൽ കെട്ടിച്ചമച്ച ഹദീസുകളാണ് എന്ന് മനസ്സിലാക്കുക. അപ്പം ആദ്യമായിട്ട് അള്ളാഹു സൃഷ്ടിച്ചത് അള്ളാഹിന്റെ റസൂലിന്റെ പ്രകാശമാണെന്നുള്ളത് എന്താണ്? അടിസ്ഥാനരഹിതമായ വിശ്വാസമാണ്. അത് വിശ്വസിക്കുന്നവൻ ഈ നേരത്തെ പറഞ്ഞ ഹദീസുകൾക്ക് എതിരാണ്, ഖുർആനും എതിരാണ്. അതാണ് സൃഷ്ടിപ്പിന്റെ ഒരു ആദ്യഘട്ടം, ഈ 4 കാര്യങ്ങൾ. പിന്നെ 50,000 വർഷങ്ങൾക്ക് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമി ആകാശങ്ങളെ സൃഷ്ടിക്കുന്നു. അത് ഖുർആനിൽ അല്ലാഹു വ്യത്യസ്തമായ രീതിയിൽ ഭൂമി ആകാശങ്ങളെ സൃഷ്ടിക്കുന്നതിൻ്റെ പറഞ്ഞിട്ടുണ്ട്. ചില ആയത്തുകൾ നോക്കാം. 1 സൂറത്ത് അഅറാഫിലെ 54-ാമത്തെ ആയത്ത്, ഇന്ന റബ്ബക്കും അല്ലാഹു അല്ലദീ ഖലഖസ് സമാവാതി വൽ അർള, നിന്റെ റബ്ബ് എങ്ങനെയുള്ളവനാണ്? അവൻ ഭൂമി ആകാശങ്ങളെ സൃഷ്ടിച്ചവനാണ്. ഫീ സിത്തത്തി അയ്യാമിൻ, 6 ദിവസങ്ങൾ കൊണ്ട്. ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കേണ്ടത്, നമ്മൾക്ക് ഇന്നുള്ള ദിവസം ഉണ്ടല്ലോ, ആ ദിവസത്തിന്റെ കണക്കായിരിക്കൂല ഇത്. പ്രത്യേകം മനസ്സിലാക്കണം. ഇപ്പൊ ഫീ സിത്തത്തി അയ്യാമിൻ, 6 ദിവസങ്ങൾ കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമി ആകാശങ്ങളെ സൃഷ്ടിച്ചത്. സുമ്മ സ്തവാ അലൽ അർശി, പിന്നെ അല്ലാഹു അർശിൽ ആരോഹിതനായി. ഈ ഇസ്തവാ അലൽ അർശ് നമ്മൾ നേരത്തെ വിശദീകരിച്ചാണ്, അല്ലാഹുവിന്റെ സിഫത്താണ് ഇസ്തിവാ. നമ്മുടെ നാട്ടിൽ ചില ആൾക്കാർ അതിന് അർത്ഥം വെക്കും, ഇസ്തൗല എന്നർത്ഥം വെക്കും, അള്ളാഹു അധികാരം ഏറ്റെടുത്തു എന്നർത്ഥം. നമ്മൾ എന്തെങ്കിലും കേൾക്കുകയാണെങ്കിൽ അത് നല്ലതാണ്, നല്ലൊരു അർത്ഥമാണല്ലോ എന്ന് ചിന്തിക്കേണ്ട, അത് ബാത്തിലാണ്. ആ അർത്ഥം ബാത്തിലാണ്. കാരണം എന്താണ്? ഇസ്തവക്ക് എന്താ അർത്ഥം? നമ്മൾ പറഞ്ഞ നമ്മുടെ വിശ്വാസം എന്താണ്? ഇസ്തവ, അള്ളാഹു ആരോഹിതനായി. അതങ്ങനെ തന്നെ. അതിനൊരു രൂപം പറയലില്ല, അതിനെ മാറ്റത്തിരുത്തലുകളില്ല, വ്യാഖ്യാനിക്കേണ്ട ആവശ്യമില്ല. അള്ളാഹിനെ സംബന്ധിച്ച് എന്താണോ പറഞ്ഞത് അത് നമ്മൾ അംഗീകരിക്കുന്നു. അതാണ് അഹ്ലുസുന്നയുടെ നിലപാട്. അപ്പൊ ഇസ്തൗല എന്നാണ് അതിന്റെ അർത്ഥം, അള്ളാഹു അധികാരം ഏറ്റെടുത്തു എന്നാണ് അതിന്റെ അർത്ഥം എന്ന് വ്യാഖ്യാനിക്കുന്നവരെ തെറ്റാണ്, ബാത്തിലാണ്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ബാത്തിലാണ്. എന്തുകൊണ്ടാണ്? കാരണം അള്ളാഹു അധികാരം ഏറ്റെടുത്തു. അപ്പൊ അതിന്റെ മുമ്പ് അങ്ങനത്തെ ഒരു അർത്ഥം വരും. അപ്പൊ അള്ളാഹിന്റെ സിഫത്തുകൾ എന്തില്ല, വ്യാഖ്യാനിക്കാനില്ല. അള്ളാഹ് എന്താണോ പറഞ്ഞത് അത് അങ്ങനെ തന്നെ. അപ്പൊ ആ ഒരു അർത്ഥം കൂടി ശ്രദ്ധിക്കുക. എവിടെന്നെങ്കിലും ആരെങ്കിലും പറയുന്ന കേൾക്കുമ്പോൾ അറിയാതെ ചെയ്യാൻ പാടില്ല, അറിയാതെ പോലും ആ അർത്ഥം മനസ്സിൽ വരരുത്, തെറ്റാണ്. 6 ദിവസത്തിനുള്ളിൽ അള്ളാഹു ആകാശഭൂമികളെ സൃഷ്ടിച്ചു. എന്നിട്ട് അർശിൽ ആരോഹിതനായി. യുഗ്ശിൽ ലൈലൻ നഹാറ, അള്ളാഹു രാത്രിയെ പകല് കൊണ്ട് മൂടി. യത്ലുബുഹു ഹസീസൻ, എന്നിട്ട് എന്ത് ചെയ്തു? ആ രാത്രി പകലിന്റെ പിറകെ സ്പീഡിൽ ഓടുകയാണ്. അതിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും, രാപ്പകൽ മാറിക്കൊണ്ടേയിരിക്കും. വശംസ, സൂര്യനെയും അള്ളാഹു സൃഷ്ടിച്ചു. വൽ ഖമറ, ചന്ദ്രനെയും അള്ളാഹു സൃഷ്ടിച്ചു. വൻ നുജൂമ, നക്ഷത്രങ്ങളെയും അള്ളാഹു സൃഷ്ടിച്ചു. മുസഖറാത്തിൻ ബിഅംരി, എല്ലാത്തിനെയും അധീനപ്പെടുത്തുകയും ചെയ്തു. അള്ളാഹുവിന്റെ അധികാരത്തിലാണ് എല്ലാം. ഒരു വസ്തു അതിന് പുറത്തല്ല, മറ്റൊരാൾക്കും അതിന്റെ അധികാരം അള്ളാഹു കൊടുത്തിട്ടുമില്ല. ഇതൊക്കെ അള്ളാഹു സൃഷ്ടിച്ചതാണ്. അലാ ലഹുൽ ഖൽഖു വൽ അംർ, അലാ നിങ്ങൾ അറിയുക, ലഹുൽ ഖൽഖു വൽ അംർ, സൃഷ്ടിപ്പിന്റെയും അതിനെ ഉടമപ്പെടുത്തുന്നതിന്റെയും അധികാരം അള്ളാഹുവിന് മാത്രമാകുന്നു. തബാറകല്ലാഹു റബ്ബുൽ ആലമീൻ,
ലോകത്തിന്റെ റബ്ബായ അള്ളാഹു എത്രയോ പരിപൂർണനായിരിക്കും. അള്ളാഹു ആയത്ത് അവസാനിപ്പിക്കുന്നത് അങ്ങനെയാണ്. ഇനി 6 ദിവസം കൊണ്ടാണ് സൃഷ്ടിച്ചത് പറഞ്ഞല്ലോ ആയത്തിൽ. മറ്റൊരു ആയത്തിൽ അള്ളാഹു അതിനെ വിശദീകരിക്കുകയാണ്. ഖുൽ, പ്രവാചകരെ അങ്ങ് പറയുക മക്കത്തെ മുശ്രിക്കീങ്ങളോട്, അഇന്നകും ലതക്ഫുറൂന ബില്ലദീ ഖലഖൽ അർദ ഫീ യൗമൈനി, 2 ദിവസം കൊണ്ട് ഭൂമിയെ സൃഷ്ടിച്ച അള്ളാഹുവിനെയാണോ നിങ്ങൾ നിഷേധിക്കുന്നത്? അപ്പം ഭൂമിയെ സൃഷ്ടിച്ചത് 2 ദിവസം കൊണ്ട്. വതജഅലൂന ലഹു അൻദാദ, അങ്ങനെയുള്ള റബ്ബിനെയാണോ നിങ്ങൾ പകരക്കാരനാക്കുന്നത്, തുല്യന്മാരുണ്ടാക്കുന്നത്? ദാലിക റബ്ബുൽ ആലമീൻ, അല്ലാഹു മാലോകരുടെ റബ്ബ്, ലോകത്തിന്റെ റബ്ബാണ് അല്ലാഹു. വജഅല ഫീഹാ റവാസിയ മിൻ ഫൗഖിഹാ വബാറക ഫീഹാ വഖദ്ദറ ഫീഹാ അഖ്വാതഹാ ഫീ 4 അയ്യാം. 4 ദിവസം. 2 ദിവസം കൊണ്ട് ഭൂമിയെ സൃഷ്ടിച്ചു. ബാക്കിയുള്ള 2 ദിവസം കൊണ്ട് അതിന്റെ മുകളിൽ പർവ്വതങ്ങളെ അല്ലാഹു സംവിധാനിച്ചു. വബാറക ഫീഹ, അതിൽ ബർക്കത്ത് ചൊരിഞ്ഞു, ഭൂമിയിൽ ബർക്കത്ത് ചൊരിഞ്ഞു. വഖദ്ദറ ഫീഹ അഖ്വാതഹ, ഭൂമിയിൽ ഭക്ഷ്യവസ്തുക്കൾ അല്ലാഹു സംവിധാനിച്ചു. പറയുന്നൊക്കെ ഇതൊക്കെ അർത്ഥങ്ങൾ തഫ്സീർ, ഇഷ്ടംപോലെ തഫ്സീറുണ്ട്. ഇതൊക്കെ വായിക്കുമ്പോഴാണ് നമുക്ക് അള്ളാഹുവിന്റെ അത് മനസ്സിലാവും, അള്ളാഹുവിന്റെ ഖദ്ർ മനസ്സിലാവും. ഉമ്മാ ഖദറുല്ലാഹ ഹഖ്ഖ ഖദ്രി എന്ന് പറഞ്ഞല്ലോ, അള്ളാഹുവിനെ കാണേണ്ടതുപോലെ അവർ കണ്ടിട്ടില്ല. അതാണ് വഖദ്ദറ ഫീഹ അഖ്വാതഹ, അതിൽ ആ ഭൂമിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭക്ഷ്യവസ്തുക്കളെ സംവിധാനിച്ചു. ഫി 4 അയ്യാമിൻ, 4 ദിവസം കൊണ്ട്. അതിപ്പം ഭൂമിയെ സൃഷ്ടിക്കുകയും അതിൽ ഈ സംവിധാനങ്ങളൊക്കെ ഉണ്ടാക്കുകയും ഒരു മനുഷ്യന് ജീവിക്കാൻ പറ്റുന്ന എല്ലാ സംവിധാനങ്ങളും അല്ലാഹു അതിൽ ഉണ്ടാക്കുകയും ചെയ്തത് മൊത്തം 4 ദിവസം. ثم استوى إلى السماء وهي دخان, പിന്നെ അല്ലാഹു എടുത്തേക്ക് തിരിഞ്ഞു, ആകാശത്തേക്ക്. വഹിയ ദുഖാൻ, അതൊരു പുകയായിരുന്നു, ആകാശം ഒരു പുകയായിരുന്നു. ഫഖാല ലഹാ വലിൽ അർളി ഇത്തിയാ തൗഅൻ ഔ കർഹാ, എന്നിട്ട് അല്ലാഹു ഭൂമിയോടും ആകാശത്തിനോടും അല്ലാഹുവിലേക്ക് വരാൻ കൽപ്പിച്ചു. തൗഅൻ ഔ കർഹൻ, ഒന്നുകിൽ സ്വമേധയാ അംഗീകരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അല്ലാഹുവിന്റെ കൽപ്പനക്ക് അധീനപ്പെട്ടുകൊണ്ട്. ഖാലത, ആ രണ്ടും പറഞ്ഞു, അതൈനാ താഇഈൻ, അല്ലാഹുവേ നിന്നെ അംഗീകരിച്ചുകൊണ്ട് ഞങ്ങൾ ഇതാ നിന്റെ അടുക്കലേക്ക് വരുന്നു. ഇതാണ് ഭൂമി ആകാശത്തിന്റെ സൃഷ്ടിപ്പിനെ സംബന്ധിച്ച് അല്ലാഹു പറഞ്ഞത്. ഫഖളാഹുന്ന സബഅ സമാവാതിൻ, അല്ലാഹു ആകാശങ്ങളെ 7 ആകാശങ്ങളായി സംവിധാനിച്ചു. ഫീ യൗമൈനി, 2 ദിവസം കൊണ്ട്. ആ ദുഖാനുണ്ട്, പുകയാനുണ്ടായത്, ആകാശം പുകയായിരുന്നു, അതിന് അല്ലാഹു 7 ആകാശങ്ങളായി സംവിധാനിച്ചു. ഫീ യൗമൈനി, 2 ദിവസം കൊണ്ട്. അപ്പം 4 2 6. അപ്പം ഈ ഭൂമി ആകാശങ്ങളും അതിലുള്ള വസ്തുക്കളും അല്ലാഹു പൂർണ്ണമായി സംവിധാനിച്ചത് 6 ദിവസങ്ങൾ കൊണ്ടാണ്. അങ്ങനെ 7 ആകാശങ്ങളെ അതിനെ സംവിധാനിച്ചു. വഔഹാ ഫീ കുല്ലി സമാഇൻ അംറഹ, ഓരോ ആകാശത്തിനും അതിൻ്റെതായ കാര്യങ്ങൾ അല്ലാഹു ഏർപ്പാടാക്കുകയും ചെയ്തു, അതിനോട് അല്ലാഹു കൽപ്പിക്കുകയും ചെയ്തു. 7 ആകാശത്തിനും അതിൻ്റെതായ ജോലിയുണ്ട്. നമ്മൾ ഈ കാണുന്ന ഏറ്റവും താഴെയുള്ള ആകാശം, ഭൂമിയോട് ചേർന്നുള്ള ആകാശം, അതിന് അല്ലാഹു ഭംഗിയാക്കി. ബിമസാബീഹ, ചില വിളക്കുകൾ കൊണ്ട് അല്ലാഹു അതിനെ ഭംഗിയാക്കി. വഹിഫ്ല, വിളക്കുകൾ മാത്രമല്ല, അത് ആകാശത്തിന് സംരക്ഷണവുമാണ്. ഒരു ഹദീസ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. നക്ഷത്രങ്ങള് ആകാശത്തിന് സംരക്ഷണമാണ്. ആ നക്ഷത്രം ഉതിർന്നു വീണാൽ ആകാശം അതിന് വാഗ്ദാനം ചെയ്യപ്പെട്ട ആ നാശത്തിലേക്ക് അടുക്കും. അതേപോലെ എൻ്റെ ഉമ്മത്തിന്, എൻ്റെ സഹാബാക്കള് സംരക്ഷണമാണ്. ആ സഹാബാക്കൾ ഇല്ലാതായാൽ എൻ്റെ ഉമ്മത്തിലേക്ക് അവർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട ഫിത്നകൾ ഉണ്ടാവും. അപ്പൊ അല്ലാഹു നക്ഷത്രങ്ങളെ സംവിധാനിച്ചത് ആകാശത്തിന് സംരക്ഷണവുമായിട്ടും ഭംഗിയുമായിട്ടാണ്. ذَلِكَ تَقْدِيرُ الْعَزِيزِ الْعَلِيمِ, ഇതൊക്കെ അല്ലാഹുവിന്റെ തീരുമാനങ്ങളാണ്, അല്ലാഹു നിശ്ചയിച്ചതാണ്. വേറെയും കുറെ ആയാത്തുകളുണ്ട്, പിന്നീട് അടുത്ത ക്ലാസ്സിൽ വിശദമായ ആയാത്തുകളുണ്ട്. ആകാശത്തിനെ സൃഷ്ടിച്ചത്, ഭൂമിയെ സൃഷ്ടിച്ച ആ രൂപം, അതൊക്കെ പറയുന്ന ആയത്തുകളുണ്ട് ഇൻഷാ അല്ലാഹ്. അപ്പൊ ഇതിനൊക്കെ അല്ലാഹു സൃഷ്ടിച്ചു. ഈ വസ്തുക്കളൊക്കെ അല്ലാഹുവിന്റെ മുമ്പിൽ വിനയാനിതരായ അടിമകളാണ് എല്ലാവരും. അല്ലാഹു പറയാണ് ഒരായത്തിൽ, അലം തറ, നിങ്ങൾ കാണുന്നില്ലേ, നിങ്ങൾ മനസ്സിലാക്കുന്നില്ലേ,
അന്നല്ലാഹ യസ്ജുദു ലഹു മൻ ഫിസ് സമാവാതി വമൻ ഫിൽ അർദ്. ഭൂമി ആകാശത്തിലുള്ള സകല വസ്തുക്കളും അല്ലാഹുവിന് സുജൂദ് ചെയ്യുന്നു. എല്ലാ വസ്തുക്കളും അല്ലാഹുവിന് സുജൂദ് ചെയ്യുന്നുണ്ട്. വശംസു, സൂര്യനും അല്ലാഹുവിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യുന്നു. വൽ ഖമറു, ചന്ദ്രനും അല്ലാഹുവിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യുന്നു. വൻ നുജൂമു, നക്ഷത്രങ്ങളും. വൽ ജിബാലു, പർവ്വതങ്ങളും. വശജറു, മരങ്ങളും. വദ്ദവാബു, എല്ലാ മൃഗങ്ങളും അല്ലാഹുവിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യുന്നു. വകസീറും മിനന്നാസ്, ജനങ്ങളിൽ അധിക പേരും. അത് അല്ലാഹു മൊത്തം പറഞ്ഞിട്ടില്ല. മനുഷ്യർ മാത്രമാണ് അത് അല്ലാഹുവിനോട് ധിക്കാരം കാണിക്കുന്നത്, മനുഷ്യരും ജിന്നുകളും. മറ്റെല്ലാവരും മൊത്തത്തിൽ അല്ലാഹു പറഞ്ഞു, എല്ലാ പർവ്വതങ്ങളും എല്ലാ ജീവജാലങ്ങളും. പക്ഷെ വകസീറും മിനന്നാസ്, ജനങ്ങളിൽ അധിക പേരും. വകസീറുൻ ഹഖ്ഖ അലൈഹിൽ അദാബ്, ജനങ്ങളിൽ അധിക ആൾക്കാർക്കും അല്ലാഹുവിന്റെ ആ ശിക്ഷ അത് തീരുമാനപ്പെട്ടു കഴിഞ്ഞു. മറ്റൊരായത്തെന്ന് പറയാം, അലം തറ, നിങ്ങൾ കാണുന്നില്ലേ, അന്നല്ലാഹ യുസബ്ബിഹു ലഹു മൻ ഫിസ് സമാവാതി വൽ അർദി, ആകാശഭൂമിയിലുള്ള സകല വസ്തുക്കളും അല്ലാഹുവിനെ തസ്ബീഹ് ചെയ്തുകൊണ്ടിരിക്കുന്നു, അല്ലാഹുവിനെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്നു. വത്തൈറു സാഫാത്തിൻ, വരിവരിയായി പറക്കുന്ന പറവകളും പക്ഷികളും. കുല്ലുൻ ഖദ് അലിമ സലാതഹു വതസ്ബീഹ, ഓരോരുത്തർക്കും അല്ലാഹു നിശ്ചയിച്ച തസ്ബീഹാത്തുകളുണ്ട്, അവർക്ക് യോജിച്ച രീതിയിൽ. വല്ലാഹു അലീമും ബിമാ യഫ്അലൂൻ, അവരൊക്കെ ചെയ്യുന്നത് അല്ലാഹു അറിയുകയും ചെയ്യുന്നു. മറ്റൊരു ഹദീസ് ആയത്ത്, വലില്ലാഹി യസ്ജുദു മൻ ഫിസ് സമാവാതി വൽ അർദി, ഭൂമി ആകാശങ്ങളിലുള്ള സകല വസ്തുക്കളും അല്ലാഹുവിന് സുജൂദ് ചെയ്യുന്നു. തൗഅൻ വകർഹ, രണ്ട് രീതിയിലാണ്. തൗഅൻ, സ്വമേധയാ അംഗീകരിച്ചുകൊണ്ട്. വകർഹൻ, അല്ലാഹു നിർബന്ധിപ്പിച്ചതുകൊണ്ട്. വദിലാലുഹും, അവരുടെ നിഴലുകളും അല്ലാഹുവിന് സുജൂദ് ചെയ്യുന്നു. ബിൽ ഗുദുവി വൽ ആസാൽ, രാവിലെയും വൈകുന്നേരവും. അപ്പോഴാണ് ശരിക്കും നിഴലുണ്ടാവുക. ആ നിഴലുകൾ പോലും അല്ലാഹുവിന് സുജൂദ് ചെയ്യുന്നു. നമ്മൾ പറഞ്ഞു വന്നതും സൃഷ്ടിപ്പിന്റെ ആദ്യത്തെ ഭാഗം ഒരു ഹദീസ് കൂടി പറഞ്ഞു നിർത്താം. സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിലിരിക്കുകയാണ്. സഹാബി പറയാണ്, കുന്തു മഅൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ മസ്ജിദി ഇൻദ ഗുറൂബി ശംസ്, സൂര്യാസ്തമയത്തിന്റെ ആ സമയം ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ പള്ളിയിലിരിക്കുന്നു. ഫഖാല, ആ സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു എന്നോട്, യാ അബാദർ അതദ്രി ഐന തഗ്റുബു ശംസ്, അബൂദർ, നിനക്കറിയോ ഈ സൂര്യൻ എങ്ങോട്ടാണ് ഈ പോകുന്നതെന്ന് നിനക്കറിയോ? സഹാബി പറഞ്ഞു, ഖുൽതു അല്ലാഹു വറസൂലുഹു അലം, ഞാൻ പറഞ്ഞു അല്ലാഹുവിന്റെ റസൂലാണ് അറിയുന്നത്, എനിക്കറിയില്ല. ഖാല, ആ സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇന്നഹാ തദ്ഹബു ഹത്താ തസ്ജുദ തഹ്തൽ അർശ്, ആ സൂര്യൻ പോകുന്നത് അർശിന്റെ താഴ്ഭാഗത്തേക്കാണ്. ആ അർശിന്റെ താഴ്ഭാഗത്ത് അത് അല്ലാഹുവിന് വേണ്ടി സുജൂദിലായി വീഴും. അത് എല്ലാ ദിവസവും തുടർന്നുകൊണ്ടിരിക്കും. ആ സുജൂദിലായി കൊണ്ടിരിക്കെ അല്ലാഹു അതിനോട് കൽപ്പിക്കും അതിന്റെ ഉദയസ്ഥാനത്തിൽ നിന്നും ഉദിക്കാനും. അപ്പൊ അതെന്ത് ചെയ്യും? തിരിച്ചുപോയി അതിന്റെ ഉദയസ്ഥാനത്തിൽ നിന്നും ഉദിക്കും. അവസാനം ഖിയാമത്ത് നാളായാൽ പടിഞ്ഞാറ് അതിന്റെ അസ്തമയ സ്ഥാനത്തിൽ നിന്നും ഉദിക്കാൻ ആ സൂര്യനോട് അല്ലാഹു കൽപ്പിക്കും, അത് പടിഞ്ഞാറിൽ നിന്ന് ഉദിക്കും. ഇത് പറഞ്ഞിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂദർ റളിയല്ലാഹു അൻഹു ഖുർആനിലെ ആയത്ത് ഓതി കൊടുക്കുകയാണ്, വശംസു തജ്രി ലിമുസ്തഖറിൻ ലഹ ദാലിക തഖ്ദീറുൽ അസീസുൽ അലീം. വശംസു തജ്രി, സൂര്യൻ സഞ്ചരിക്കുന്നു. ലിമുസ്തഖറിൻ ലഹ, അതിന് അല്ലാഹു നിശ്ചയിച്ച ആ സ്ഥാനത്തിലൂടെ, ആ സ്ഥലത്തേക്ക് അത് സഞ്ചരിക്കുന്നു. ദാലിക തഖ്ദീറുൽ അസീസുൽ അലീം, അല്ലാഹു നിശ്ചയിച്ച കാര്യമാണ്, അല്ലാഹു തീരുമാനിച്ചതാണ്. അപ്പൊ എല്ലാ വസ്തുക്കളും നിയന്ത്രിക്കുന്നത് അല്ലാഹുവാണ്, അതിനെ സൃഷ്ടിച്ചതും അല്ലാഹുവാണ്, അതിന്റെ ഉടമസ്ഥാവകാശവും അല്ലാഹുവാണ്. മറ്റൊരാൾക്കും എന്തില്ല, അതിന് കൈകടത്തലില്ല. ഇതാണ് സൃഷ്ടിപ്പിന്റെ ആരംഭം. അങ്ങനെ ആകാശഭൂമികൾ. പിന്നെ ഇൻഷാ അല്ലാഹ് നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ആഴ്ച ബാക്കിയുള്ളതിലേക്ക് വരാം. وآخر دعوانا الحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.